സ്നേഹനിധികളായ ഗുരുനാഥന്മാരെ, പ്രിയ സഹപാഠികളെ, നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മുത്തശ്ശിമാരും ചങ്ങാതിമാരും. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു മുത്തശ്ശിമരം ഉണ്ടായിരുന്നു. പൂക്കാലമായാൽ മരത്തിലെ പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ കിളികളും പൂമ്പാറ്റകളും വന്നിരുന്നു. പഴങ്ങളുടെ കാലമായാൽ മരത്തിലെ പഴങ്ങൾ തിന്നാൻ അണ്ണാന്മാരും കിളികളും വവ്വാലുകളും വന്നിരുന്നു. വയറു നിറഞ്ഞു കഴിഞ്ഞാൽ അവർ മുത്തശ്ശി മരത്തിലിരുന്നു ഉറക്കെ പാട്ട് പാടും. അതു കേട്ട് മുത്തശ്ശിമാരം സന്തോഷത്തോടെ ചിലവ് കൊണ്ട് വീശി. അങ്ങനെ മുത്തശ്ശിമാരും ചങ്ങാതിമാരും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ഒരു ദിവസം എവിടുന്നോ രണ്ടു മരം വെട്ടുകാർ ഈ കാട്ടിലെത്തി. ഈ മരം കൊള്ളാമല്ലോ, കുറച്ചു കഴിഞ്ഞ് വന്ന് വെട്ടാം എന്നവർ മുത്തശ്ശിമരത്തിനെ നോക്കി പറഞ്ഞു. അതു കേട്ട് മുത്തശ്ശിമരം പേടിച്ചു വിറച്ചു. മരത്തിലിരുന്ന അണ്ണാന്മാരും കിളികളും വവ്വാലുകളും അതു കേട്ട് വിഷമിച്ചു. പാവം മുത്തശ്ശിമരം. ആപത്തിൽപ്പെട്ട് മുത്തശ്ശിമരത്തിന് എങ്ങനെങ്കിലും സഹായിക്കണല്ലോ എന്നവർ പറഞ്ഞു. അതു കേട്ട മരത്തിൽ തൂങ്ങി കിടക്കുന്ന വവ്വാലിന് സൂത്രം കിട്ടി. അതവർ മറ്റുള്ളവരോട് പറഞ്ഞു. അല്പം കഴിഞ്ഞ് മരം വെട്ടുകാർ തിരികെ എത്തി. അപ്പോഴതാ മരച്ചോട്ടിൽ ചില കിളികളെല്ലാതും ചത്തുകിടക്കുന്നു. മരത്തിലിരുന്ന അണ്ണാന്മാരും കിളികളും വവ്വാലുകളും ഉച്ചത്തിൽ കരയുന്നു. അതു കേട്ട മരം വെട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ഇവിടെ എന്തോ ആപത്തുണ്ടല്ലോ, വല്ല പാമ്പും മച്ചായിരിക്കോ എന്നയാൾ പറഞ്ഞു. അതു ശരിയാണല്ലോ, നമുക്ക് ഈ മരം മുറിക്കണ്ട, നമുക്ക് തിരികെ പോവാം എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു. അങ്ങനെ അവർ തിരികെ പോയി. ഉടനെ അതാ ചത്തുകിടക്കുന്ന കിളികളെല്ലാതും എഴുന്നേക്കുന്നു. അവൾ പറഞ്ഞെടുത്ത സൂത്രമായിരുന്നത്. അങ്ങനെ മുത്തശ്ശി മരത്തിൽ സന്തോഷത്തോടെ ചിലകൾ കൊണ്ട് വീശി. മരത്തിലിരുന്ന അണ്ണാന്മാരും കിളികളും വവ്വാലുകളും സന്തോഷത്തോടെ ചില്ലിച്ചാടി. അങ്ങനെ അവൾ മുത്തശ്ശി മരത്തിലിരുന്ന് ഒരു കൊച്ചുപാട്ട് പാടി. ഒത്തൊരുമിച്ച് ശ്രമിച്ചപ്പോൾ പേടിച്ചോടി ശത്രുക്കൾ, എന്നും മുന്നേ നിന്നിടാം സ്നേഹത്തോടെ കഴിഞ്ഞിടാം. ഒത്തൊരുമിച്ച് ശ്രമിച്ചപ്പോൾ പേടിച്ചോടി ശത്രുക്കൾ, എന്നും മുന്നേ നിന്നിടാം സ്നേഹത്തോടെ കഴിഞ്ഞിടാം. അങ്ങനെ മുത്തശ്ശിമാരും ചങ്ങാതിമാരും സന്തോഷത്തോടെ കാട്ടിൽ ജീവിച്ചു. ഈ കഥയിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കണം. ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് വലിയ ശത്രുക്കളെയും നേരിടാം. നന്ദി.